ഇന്ന് നമുക്ക് തേങ്ങയില്ലാതെ ഒരു ക്യാബേജ് തന്നെ ഉണ്ടാക്കിയാലോ. നല്ല രുചിയാണ് കേട്ടോ. ക്യാബേജ് ഇതാ ഇതുപോലെ വീതിയിൽ അരിഞ്ഞെടുക്കണേ. ഇതുപോലെ വീതിയിൽ അരിഞ്ഞെടുക്കണം. സാധാരണ തേങ്ങയിട്ട് തോരൻ വെക്കാൻ അരിയുന്ന പോലെ ഒന്നും ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കണ്ട. ഇതുപോലെ ഒന്ന് വീതിയിൽ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് കഴുകിവരുതാട്ടോ ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുനീര് ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് കഴിയുമ്പം കുറയും, അതുകൊണ്ട് ഉപ്പുനീര് അധികം വാരിക്കോരി ഒഴിക്കരുത്, കുറച്ച് ഒഴിക്കാവുള്ളൂ കേട്ടോ. കുറവുള്ളത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവിയിൽ വേവിക്കണം കേട്ടോ. ആദ്യം മൂടി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ക്യാബേജ് ഉലർത്തിയെടുക്കാനുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും. ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചുവന്നുള്ളി എടുത്തു കേട്ടോ. നിങ്ങൾ എന്തോരം ക്യാബേജ് ആണോ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുന്നത് അതനുസരിച്ച് ഉള്ളിയുടെ അളവും കൂടെ കുറച്ച് കൂട്ടാവുന്ന കേട്ടോ. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മാത്രം മതി, സവോളയൊന്നും കുത്തിയരിഞ്ഞ് ചേർക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉലർത്തിയെടുക്കാൻ. ഇപ്പോൾ ക്യാബേജ് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉലർത്തിയെടുക്കണം. വെളിച്ചെണ്ണയാണ്. കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണേ, കരിയിച്ച് കളയാതെ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാട്ടോ. പച്ചമുളകോ ചുവന്ന മുളകോ കാശ്മീരി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ക്യാബേജ് ഇങ്ങനെ കറി വെക്കുമ്പോൾ ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ക്യാബേജ് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുക, കാര്യം മറക്കരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നന്നായിട്ട് നമുക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ.
നിങ്ങൾ എന്തായാലും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, തേങ്ങാ ചിലവില്ല, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.